Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. വെളുത്തുള്ളി നല്ലെണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടാണ് ഈ വെളുത്തുള്ളി അച്ചാർ നമ്മൾ തയ്യാറാക്കുന്നത്. വെളുത്തുള്ളി നല്ലെണ്ണയിൽ വാട്ടിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ അച്ചാർ പെട്ടെന്നൊന്നും കേടാവില്ല. വലിയ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കിയാൽ പോലും ഒത്തിരി നാൾ നമുക്ക് വച്ച് യൂസ് ചെയ്യാം. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത ശേഷം ഏകദേശം 200 ഗ്രാം കാണും. വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം വെളുത്തുള്ളിയൊക്കെ നടുവേ ഒന്ന് കീറി, അതായത് ഒരു വെളുത്തുള്ളി 2 കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കാം. അച്ചാർ അതിന് ഏതച്ചാറായാലും നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലെണ്ണയിൽ ചെയ്യുന്ന അച്ചാറിന് നല്ലൊരു ഫ്ലേവറാണ്. മാത്രമല്ല അച്ചാർ കേടാവാതെ ഒത്തിരി നാൾ ഇരിക്കാനായിട്ട് നല്ലെണ്ണയിൽ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഇനി വെളുത്തുള്ളി നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ നല്ലെണ്ണയിലിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊന്നും മാറേണ്ട കാര്യമില്ല. വെളുത്തുള്ളി നല്ല സോഫ്റ്റായിട്ട് വന്നാൽ മതി. അപ്പോൾ ഇനി വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വെളുത്തുള്ളി വാട്ടിയെടുക്കാനായിട്ട്. വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെളുത്തുള്ളിക്കും ഇഞ്ചിക്കൊക്കെ ഉള്ള പോലെ ഒരു കട്ട് അല്ലെങ്കിൽ ചെറിയൊരു ചവർപ്പുണ്ടാവും. ചില വെളുത്തുള്ളി അച്ചാറിടുമ്പോൾ വെളുത്തുള്ളിയുടെ ആ ഫ്ലേവർ സാധാരണത്തെക്കാട്ടിലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് എത്ര വാട്ടിയാലും വെളുത്തുള്ളിയുടെ ആ റോ ടേസ്റ്റ് മുന്നേ നിൽക്കും. അപ്പോൾ വെളുത്തുള്ളിയുടെ ആ കട്ട് മാറാനായിട്ട് 3 ടേബിൾ സ്പൂൺ വിനാഗിരി 1 കപ്പ് വെള്ളത്തിൽ ചേർത്ത് ഈ വെള്ളത്തിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് വെക്കുക. മിനിമം 1 മണിക്കൂർ തൊട്ട് ഒരു 6 to 8 hours വെക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ വെളുത്തുള്ളിയുടെ കട്ട് അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ആ സ്ട്രോങ് ഫ്ലേവർ നന്നായി തന്നെ മാറിക്കിട്ടും. അതുപോലെ വെളുത്തുള്ളി നല്ല വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വെളുത്തുള്ളി ഇതുപോലെ നടുവേ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്ടിയെടുക്കാനൊക്കെ സൗകര്യമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി മുഴുവനായിട്ട് ഇട്ടാലും മതി. അപ്പോൾ ഇതാ വെളുത്തുള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതാ ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ചേർക്കാം. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ചേർക്കാം. ഉലുവയൊന്ന് ചെറുതായിട്ട് മൂത്ത് ചുവന്ന് വന്നിട്ട് വേണം കടുക് ചേർക്കാനായിട്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 2 വറ്റൽമുളക് കൂടി ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ടിനി 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. പച്ചമുളകിൻ്റെയൊക്കെ അളവിൽ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. കൂടെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഏകദേശം ഒരു 2 ഇഞ്ചൊക്കെ വലുപ്പമുള്ള ഒരു വലിയ കഷ്ണം ഇഞ്ചി നല്ല നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചമുളകും ഇഞ്ചിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂക്കണം, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോവും. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ടിനി പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഫ്ലെയിം ലോ ആക്കാൻ മറക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി മുളക് പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെയൊക്കെ അളവിൽ മാറ്റം വരുത്തണം. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മുളക് പൊടിയുടെയൊക്കെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പാകത്തിന് ചൂടാക്കിയെടുത്താൽ മതി. ഒത്തിരി മൂത്ത് പോയാൽ പോലും അച്ചാറിൻ്റെ ടേസ്റ്റേ മാറും. അച്ചാർ തയ്യാറാക്കുമ്പോൾ അതിന് ഏതച്ചാറാണെങ്കിലും പിരിയൻ മുളക് പൊടി അഥവാ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് തന്നെ തയ്യാറാക്കുക. കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുമ്പോൾ അച്ചാറിന് നല്ലൊരു കളറും ഗ്രേവിക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയും കിട്ടും.
ഇതിലോട്ടിനി 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. കായപ്പൊടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇതിലോട്ടിനി 1/2 കപ്പ് വിനീഗറും 1/2 കപ്പ് വെള്ളവും കൂടി തിളപ്പിച്ച് ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും വിനീഗർ ആണെങ്കിലും വെള്ളമാണെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അപ്പോൾ എപ്പോൾ വിനീഗർ ആണെങ്കിലും വെള്ളമാണെങ്കിലും ചേർത്താൽ തിളപ്പിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ദാ ഇവിടെ അച്ചാറിൻ്റെ ആ ഗ്രേവിയൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു മീഡിയം തിക്നെസ്സിലുള്ള ഗ്രേവി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഒത്തിരി അങ്ങ് വറ്റിച്ചെടുക്കണ്ട, തണുക്കുമ്പോൾ ഗ്രേവി ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഇനി ഉപ്പും പുളിയും എരിവും ഒക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടിയാണെങ്കിലും വിനാഗിരി ആണെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. മുളക് പൊടി ചേർക്കാനാണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് മാത്രം ചേർക്കുക. അതുപോലെ വിനാഗിരി എക്സ്ട്രാ ചേർക്കണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ട് മാത്രം ചേർക്കുക. ഇതിലോട്ടിനി നല്ലെണ്ണയിൽ വാട്ടി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴാണ് എരിവും പുളിയൊക്കെ വെളുത്തുള്ളിയിലേക്ക് പെട്ടെന്ന് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ നല്ല ഗ്രേവി ഉള്ളതുപോലെ തോന്നും, പക്ഷെ തണുക്കുമ്പോൾ ഗ്രേവി നന്നായിട്ട് കുറുകി കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. അപ്പോൾ ദാ ഇവിടെ വെളുത്തുള്ളി അച്ചാർ തയ്യാറായിട്ടുണ്ട്. എരിവും പുളിയൊക്കെ നല്ല പാകത്തിനാണ്. ഇതിനി നന്നായി തണുത്ത ശേഷം ഒട്ടും ഈർപ്പം ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. തണുക്കുമ്പോൾ ഇതാ ഇതുപോലെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അച്ചാറാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഒരു 2-3 ദിവസം വച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വെളുത്തുള്ളി അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ക്ഡ്.